സത്യം പോലെ പറയും. കൈയെടുക്ക്. എത്ര വട്ടം എന്റെ കൂടെ പോയിക്കണം. അതിന്റെ മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറയേ. അപ്പൊ ഞാന് പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനിൽ ചന്തോച്ചിറ. നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഒരു വീഡിയോ 2 ദിവസം മുമ്പ് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് പല പ്രാവശ്യം വിചാരിച്ചതായിരുന്നു. എങ്കിലും ഇന്ന് ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിലെ പെൺകുട്ടി ഇപ്പോൾ ഒരു പ്രതികരണമായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എന്റെ അഭിപ്രായം ഞാൻ പറയാം. എന്റെ സഹോദരിമാർ ഒന്ന് ആലോചിക്കും. വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു സഹതാപമായി മറ്റൊരുത്തൻ വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങളുടെ ശരീരം മോഹിച്ച് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഈ പെൺകുട്ടിയെ ഞാൻ ന്യായീകരിക്കുന്നില്ല. തെറ്റുകൾ ചെയ്തിട്ട് ന്യായീകരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ പെറ്റു വളർത്തിയ മാതാപിതാക്കൾക്ക് പോലും സമൂഹത്തിൽ തലയുയർത്തി നടക്കാൻ പറ്റില്ല. അതാദ്യം ആലോചിക്കുക. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന കെട്ടുകഥയിലെ നായികയാണ്. അപ്പം ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, തയ്യാറിട്ടിട്ടുണ്ട്. അവനെതിരെയും പിന്നെ തന്തയ്ക്ക് പിറക്കാത്ത കുറച്ച് ചാനലുകാരുണ്ടല്ലോ, ഇതിലെ സത്യം എന്താണെന്ന് പോലും അറിയാതെ ഞാൻ അവൻ്റെ ഭാര്യയാണെന്നും 2 മക്കളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞങ്ങായിട്ട് കുറേ തന്തയ്ക്ക് പിറക്കാത്ത ചാനലുകാർ അവിഹിതം പൊക്കിയ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കെതിരെയും ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നറിയണ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇവനെ അറിയായിരിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്ത ഒരു 5-6 സ്ഥാപനങ്ങളിൽ വന്നവൻ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ എൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയിട്ടും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, ഈ വീഡിയോ തന്നെ ഫുള്ള് ഫേക്കാണ്. ഫേക്ക് മീൻസ് എന്നെ ഉപദ്രവിച്ചിട്ട് പറയിപ്പിച്ചതാണ്. ഉപദ്രവിച്ചിട്ട് ജീവന പേടിയോണ്ട് ഞാൻ പറഞ്ഞു പോയത് കാര്യങ്ങളാണ്. എനിക്ക് പറയാനുള്ളത്, ആ വീഡിയോയിൽ പറയണ പോലത് എല്ലാം നുണയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ പേടിച്ചിട്ട് പറഞ്ഞതാണ്. എന്നെ തല്ലിയിട്ട് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ആകെ നാട്ടിലും വീട്ടിലും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, വെറും കെട്ടുകഥയുടെ പേരിൽ. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന തെണ്ടികളോട് നിങ്ങൾക്ക് അത്ര ചൊറിയുണ്ടെങ്കിൽ നിങ്ങളെ പെൺമക്കളെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുക. അറിയാം എൻ്റെ സ്വഭാവം, കേട്ടോ. ഇതുപോലുള്ള ചതിക്കുഴികളിൽ വീഴരുത്. വീഴുന്നതിന് ശേഷം ഇതനുഭവിക്കുന്ന നിങ്ങൾ ഒരാൾ മാത്രമല്ല, നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ. ആ മക്കൾ, മാതാപിതാക്കൾ, ഇവർക്കൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പിന്നെ ഒരിക്കൽ പോലും തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക.